അങ്ങനെ വിളിക്കും, സംസാരിക്കും. കുഞ്ഞ് യാത്ര പറഞ്ഞു പോയത് ഇതിനായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. സാഹിൻ്റെ അമ്മ ഇന്ന് രാവിലെ 8-9 മണിക്ക് പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവർ എന്തൊക്കെയോ മാനസികാവസ്ഥയിലാണ്. രണ്ടുപേരും പോയി. എൻ്റെ മോൾ അബുദാബിയിലാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൺഫേം ആണെന്ന്. ശമ്പളം കിട്ടിയവരുടെ അച്ഛനെ വിളിച്ച് പറയുന്നത് അയച്ചു കൊടുത്ത അപ്പോഴേ സാജൻ്റെ വിവരം അറിയുന്നത്. സാജൻ്റെ വിവരം ഇന്നലെ ഒരു 4 മണിയോളം ആയി കാണും. അപ്പം വാർത്തയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന കൊല്ലം സ്വദേശി സാജൻ ജോർജ്. അപ്പോൾ ഒരു ചെറിയ ഡൗട്ട്, ഇതെൻ്റെ മക്കളാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അന്വേഷണം തുടങ്ങിയപ്പോഴത്തേക്ക് അതൊരു 8 മണിയായപ്പോഴത്തേക്ക് കൺഫേം ആയി. എത്ര നാൾ മുമ്പ് സാജൻ ഇവിടെ പോകുന്നത്? 1.5 മാസമായേ ഉള്ളൂ. 1.5 മാസമായി. ആദ്യത്തെ ശമ്പളം കഴിഞ്ഞ് 5-ാം തീയതി വന്നു. അപ്പം സാജൻ്റെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പൈസ അയച്ചിട്ടുണ്ട്, അത് ഷെയർ. ഞാൻ പറഞ്ഞു ഷെയറിലൊന്നും ഇടണ്ട, ബാങ്കിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. അവൻ ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കുക, അന്നേരം കൊടുക്കണം. അന്നേരം അവൻ്റെ കൊടുക്കാനുണ്ട്. ഇത് വലിയ അഹങ്കാരത്തോട് സന്തോഷത്തോടെ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിയിടാവാൻ പോയല്ലോ, ഇനി ഇതുകൊണ്ട് കഴിയും, അടുത്ത വർഷം ശമ്പളം കൂട്ടിക്കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഈ ദുഃഖം ഞങ്ങൾ താങ്ങാൻ പറ്റത്തില്ല. ഇത് അവസാനം എന്നാ വിളിച്ച സാജൻ വീട്ടിൽ? ഈ മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി 8:30 മണിക്ക് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് സംഭവിക്കുന്നു. രാത്രി 8:30 വിളിച്ചു, സംസാരിച്ചു, കിടന്നു. പിന്നെ എന്ന് വൈകിട്ട് 8:30 സാധാരണ വിളിക്കാറില്ല. അപ്പോൾ 8:30 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 6:30, അവിടുത്തെ 6:30 വിളിക്കാറുള്ളത്. എല്ലാ ദിവസവും വിളിക്കും. അപ്പം അഥവാ ജംഗ്ഷനിൽ നിൽക്കുന്ന ആടാ മോൻ വിളിക്കുന്നു, ഇവിടെ റേഞ്ചില്ല, ഞാൻ വീട്ടിൽ പോയി, വൈഫൈ ഉണ്ട് ഇവിടെ, ഞാൻ വീട്ടിൽ പോയി അവനെ വിളിക്കട്ടെ എന്ന് പറയും. മോളും അതുപോലെ തന്നെ വിളിക്കും. മോൾക്ക് ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രിയാണ്. അങ്ങനെ വിളിക്കും, സംസാരിക്കും. കുഞ്ഞ് യാത്ര പറഞ്ഞു പോയത് ഇതിനായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. സഹോദരി അറിഞ്ഞായിരുന്നു സാജൻ്റെ? അറിഞ്ഞിന്നലെ രാത്രി 11 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ അവിടെ പകലാണ്, ചേച്ചാ എൻ്റെ പപ്പയൊന്ന് നോക്കിക്കോടെ. ഞാൻ നോക്കിക്കോളാം, ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്താ പറയേണ്ടതെന്നൊരു പിടി കിട്ടുന്നില്ല. സാജൻ്റെ അമ്മ ഇതെപ്പോഴും അറിയാം? സാജൻ്റെ അമ്മ ഇന്ന് രാവിലെ 8-9 മണിക്ക് പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവർ എന്തൊക്കെയോ മാനസികാവസ്ഥയിലാണ്. 1.5 മാസം മുമ്പ് നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു സാജന്. പിന്നെ അടൂർ മൗണ്ട് സിയോൺ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി പോയതാണ്. 10-25,000 രൂപ ശമ്പളം കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ താങ്ങാൻ പറ്റുന്നു. അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ പോയി. എന്തോ ഞാൻ 1 കൊല്ലം കഴിയുമ്പോൾ ഇനി വരും, ഞാൻ അവിടെ നിൽക്കത്തില്ല എന്നും പറഞ്ഞാൽ പോയത്. കല്യാണം ഒന്നും ആയിട്ടില്ല. അവിടുത്തെ നടപടിക്രമം നല്ല തന്നെയായിരുന്നോ? അല്ല, ഒന്നും ആയിട്ടില്ല, ഒന്നും അറിയാൻ വയ്യ. MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടുന്ന് ആൾ പോയിട്ടുണ്ട്. ഈ മരണസംഖ്യ കൂടുന്നതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം ലേറ്റ് ആവുമെന്ന്. ഇപ്പം തന്നെ 19 പേരായി എന്ന് പറയുന്നു ഇപ്പം ന്യൂസ് കണ്ടപ്പോൾ. എന്തോ എനിക്കറിയില്ല. നാട്ടിൽ വലിയൊരു വേദനയാണ് ഈ മരണ വാർത്ത. പിന്നെ വേദനയും നല്ലത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഞങ്ങൾ 12-15 പേരുണ്ട് അപ്പന്മാർ. അതിലൊരാൾ പോയാലും സാരമില്ല, ഒരുത്തല്ലെങ്കിൽ ഒരുത്തനുണ്ട്. ഇത് അവന് അങ്ങേരെ നോക്കേണ്ട മനുഷ്യനല്ലേ ഇത്? അവസാനം ഞങ്ങളെ നോക്കേണ്ടവർ, ഞങ്ങളുടെ കാലും കൈയും പിടിച്ചുകൊണ്ട് പോകേണ്ടവർ, പള്ളിയിൽ കൊണ്ട് അടക്കേണ്ടവർ. മുമ്പേ പോയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലത്. വീട്ടിലെ മൂത്ത മോനാണോ സാജൻ? അല്ല, മൂത്തത് ആൻസി, അവനെ പെങ്ങളാണ്, അവനാ ഇളയത്. എനിക്കൊരു മോളുണ്ട്, അവളും സാജനും എൻ്റെ ചേട്ടൻ്റെ ഒരു മോളുണ്ട്. ഇവർ ഒരേ പ്രായമാണ്. ഒരു 3 മാസം 2 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. 3 പേരും 12ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചിട്ട് ഒരാൾ എഞ്ചിനീയറിങ്ങിന് പോയി, ഒരാൾ ബയോടെക്നോളജിക്ക് പോയി, 2 പേര് പോയി. എൻ്റെ മോൾ അബുദാബിയിലാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൺഫേം ആണെന്ന്. ശമ്പളം കിട്ടിയവരുടെ അച്ഛനെ വിളിച്ച് പറയുന്നത്? അയച്ചു കൊടുത്ത അപ്പോഴേ അയച്ചു കൊടുത്തു. അപ്പം അവിടെ പൈസ അയച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, വന്ന് പൈസ വന്നേടാ. ഞാൻ പറഞ്ഞു 2000 കഴിഞ്ഞതാ. അപ്പോഴേ 2000 രൂപ എനിക്ക് കൊണ്ടു തന്നു. ഒരു നല്ലൊരു ഈ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകുന്ന വെച്ചാൽ എനിക്കറിയത്തില്ല. അച്ഛൻ താങ്ങാൻ പറ്റില്ല പുള്ളിക്ക്. മോൾ ഓസ്ട്രേലിയയാണ്. അത് പെമ്മക്കളെ പോലെ അല്ല മക്കള്. വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഒരുപാട് ആചാരങ്ങളായിട്ടാണ് കുവൈറ്റിൽ പോയതല്ലേ?
ഒരുപാട് ആചരണങ്ങളായിട്ടില്ലേ ഈ സാജൻ കുവൈറ്റ്? ആയിരിക്കാം അവൻ്റെ മനസ്സിൽ നമുക്കറിയില്ലല്ലോ, എങ്കിലും ആയിരിക്കാം. കുവൈറ്റിൽ നിന്ന് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകൾ കുവൈറ്റിലുണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം ആദ്യം നടന്നെന്ന് അറിയിച്ചു. ആദ്യം മോൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞ് വെച്ച് വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. ഏഷ്യാനെറ്റിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും ഇത് അറിയാനായിട്ട് കഴിഞ്ഞത്. മരിച്ചു എന്നുള്ള കൺഫർമേഷൻ വന്ന അവിടെ നിന്നാണ്. അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. അവന് 1.5 മാസം ആയിട്ട് പോയിട്ട് ഞാനാണ് അവനെ അവിടെ KG എബ്രഹാമിൻ്റെ കമ്പനിയിലേക്ക് അയച്ചത്. അവനിവിടെ MTech കഴിഞ്ഞ ശേഷം മൗണ്ട് സിയോണിൽ കോളേജിൽ MTech കഴിഞ്ഞ ശേഷം മൗണ്ട് സിയോണിൽ അവനവിടെ എഞ്ചിനീയറിംഗ് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശമ്പളമൊക്കെ കുറവായതുകൊണ്ട് കുറച്ചുകൂടി നല്ല ജോലിക്ക് ആവട്ടെ എന്ന് വിചാരിച്ച് അവനെ ഞാൻ ആ വിധത്തിൽ കുവൈറ്റിലോട്ട് അയച്ചതാണ്. 1.5 മാസം ആയപ്പോഴാണ് ഇപ്പോൾ ഈ വലിയ ദുരന്തം ഉണ്ടായത്. വളരെ സങ്കടവും വേദനയുണ്ട്. ഞാനാണ് ഈ കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുത്ത് അവനെ പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എന്നാൽ അതിലപ്പുറമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടത്. ആ വേദന ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാവുന്നതിനപ്പുറമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാജൻ്റെ വിയോഗം ഈ നാട്ടിന് തന്നെ വലിയൊരു വേദനയായിരിക്കുമല്ലേ? അതെ, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താങ്ങാനാവാത്ത സങ്കടമാണ്. ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വേദനയാണ്. ആദ്യ ശമ്പളം കിട്ടിയവരുടെ അച്ഛന് ശമ്പളം അയച്ചു കൊടുക്കുക. അതെ, ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ അവന് കഴിഞ്ഞ 5-ാം തീയതി അവന് ശമ്പളം കിട്ടിയ ഉടനെ തന്നെ ഇവിടെ അവനെ അയച്ചു. ഇനിയുള്ള നടപടിക്രമങ്ങൾ അവൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും അറിയത്തില്ല. കർമ്മം നടത്തുന്നത് പള്ളി കർമ്മനൂടെ ഞങ്ങളുടെ സ്വന്തം പള്ളി നരിക്കൽ ബഥേൽ മാർത്തോമ പള്ളിയിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ സഹോദരിമാരും കുവൈറ്റിൽ എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു മോനുണ്ട്. അവൻ വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നല്ലത് തന്നെ. എൻ്റെ പേര് ജോർജ് യോഹന്നാൻ. എൻ്റെ സഹോദരൻ്റെ മകനാണിത്.